തിരുവനന്തപുരം വെങ്ങാനൂർ ചാവടിനട ശ്രീ പൗർണമികാവ് ദേവി ക്ഷേത്രത്തിലെ 51 അക്ഷരദേവതാ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ഉത്സവത്തിന് സമാപ്തി. ഒരു വർഷം 12 ദിവസം മാത്രം ആയിരിക്കും ക്ഷേത്രം തുറക്കുന്നത്. ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് അപൂർവമായ പ്രതിഷ്ഠകളോടുകൂടിയ പൗർണമികാവ്. നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി നവാഹം, ലളിത സഹസ്രനാമം, ദേവി ഭാഗവതം, ശിവപുരാണം തുടങ്ങിയവ നടന്നു. കുട്ടികളുടെ പേരിന്റെ ആദ്യ അക്ഷരം ദേവതയെ പൂജിച്ചുകൊണ്ട് പുസ്തകം പൂജ വയ്ക്കുവാനും നിരവധി പേരാണ് ഇക്കുറി എത്തിയത്. കുരുന്നുകൾക്ക് അവരുടെ പേരിന്റെ ആദ്യാക്ഷര ദേവതയെ പൂജിച്ച വിദ്യാരംഭം കുറിക്കാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിലുള്ള ദേവതയെ കൊണ്ട് തൊഴിയിച്ച് അവർക്ക് ആ വിദ്യകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ വിദ്യയുടെ തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റി നല്ല രീതിയിൽ ഒരു നിലയിൽ ഉന്നതങ്ങളിലേക്ക് എത്താനായിട്ട് ദേവിയുടെ അനുഗ്രഹവും കൊണ്ട് സാധിക്കും. ഒരു വർഷം 12 ദിവസം മാത്രമായിരിക്കും ക്ഷേത്രം തുറക്കുന്നത്. ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് അപൂർവമായ പ്രതിഷ്ഠകളോടുകൂടിയ പൗർണമികാവ്. ആയിരാജവംശത്തിലെ യുദ്ധദേവതയായ ബാലത്രിപുരസുന്ദരി ദേവതയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ബാലഭദ്ര, വീരഭദ്ര, സോമിഭദ്ര, ക്രോധഭദ്ര, സംഹാരഭദ്ര എന്നിങ്ങനെ 5 വ്യത്യസ്ത രൂപങ്ങളിലാണ് ദേവി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചമുഖ ഗണേശ വിഗ്രഹവും നാഗരാജ വിഗ്രഹവും ഇവിടെ കാണാൻ സാധ്യമാകും. ഇരു വിഗ്രഹങ്ങളും ഒറ്റക്കല്ലിൽ നിർമ്മിച്ചവയാണ്. പഞ്ചമുഖ ഗണപതി, ശ്രീലക്ഷ്മി വിനായകൻ, ചാമുണ്ഡി ദേവി, തമ്പുരാൻ, യോഗീശ്വരൻ, മന്ത്രമൂർത്തി, ശനീശ്വര ഭഗവാൻ എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിലെ മറ്റ് ദേവതകൾ. 51 അക്ഷര ദേവതകളുടെ പ്രതിഷ്ഠയുള്ളതിനാൽ അക്ഷരദേവത ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. ലോകത്തിലെ നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് വിജ്ഞാനമാണല്ലോ. അപ്പോൾ അതിന് ഏറ്റവും ഉത്തമമായ ഒരു സങ്കേതമാണ് പൗർണമികാവ് ക്ഷേത്രം. അപ്പോൾ ഇവിടെ വന്ന് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് വളരെ ഫലവത്താണ്. പൗർണമി നാളിലും നവാഹം, നവരാത്രി ഉത്സവം എന്നിവയുടെ ഭാഗമായിട്ട് മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത്. ആദിപരാശക്തി ദേവിയുടെ 23 അടി ഉയരമുള്ള ഏകശിലാ വിഗ്രഹത്തിന്റെയും ദുർഗാദേവിയുടെയും രാജമാതംഗി ദേവിയുടെയും 18 അടി ഉയരമുള്ള ഏകശിലാ വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠയും ക്ഷേത്രത്തിൽ ദർശിക്കാം. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് നിർമ്മിച്ച ഒറ്റ മാർബിൾ കല്ലിൽ കൊത്തിയെടുത്ത വലിയ നന്ദി വിഗ്രഹവും ലോകത്തിലെ ഏറ്റവും വലിയ ശനീശ്വര വിഗ്രഹവും കൃഷ്ണശിലയിൽ തീർത്ത നാഗർ വിഗ്രഹങ്ങളെല്ലാം ക്ഷേത്രത്തിലെ വിശേഷതകളാണ്. അപൂർവമായി മാത്രം കാണുന്ന 5.5 അടി ഉയരമുള്ള ഏകശിലാ വിഗ്രഹം ഹലാസ്യ ശിവന്റെ പൂർണ്ണരൂപ വിഗ്രഹവും ഇവിടെ ദർശിക്കാം. സകല ആഗ്രഹത്തിന്റെയും സഫലീകരണത്തിനായി വിലക്ക് സമർപ്പണം, കാശിത്രയത്തിലെ വിശേഷാല വഴിപാടാണ് പൗർണമി ദിനത്തിൽ ഇവിടെ നടക്കുക. മഹാഗണപതി ഹോമം, അക്ഷരദേവതാ പൂജ, പഞ്ചശക്തി പൂജ, കലശാഭിഷേകം, സരസ്വതി പൂജ, ചണ്ഡിക ഹോമം, കാര്യസിദ്ധി പൂജ, ഗുരുസി പൂജ, പൗർണമി പൂജ കൂടാതെ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി പ്രത്യേക പൂജകൾ എന്നിവയുൾപ്പെടെ വിവിധ ആചാരങ്ങളും നടത്തപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നെയ്വിളക്കും 21 പ്രദക്ഷിണവും 51 അക്ഷര ദേവതകളെ സൂചിപ്പിക്കുന്ന 51 വിളക്കുകളും എടുത്ത് ഭക്തർ ദീപപ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ക്ഷേത്രം സജീവമായി ഏർപ്പെടുന്നുണ്ട്. SCV ന്യൂസ്, തിരുവനന്തപുരം.